എല്ലാവരും സുഖായിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇതുപോലൊരു പലഹാരം നിങ്ങളാരും ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. ഒരു വെറൈറ്റി ഉള്ള പലഹാരമാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലിട്ട് പോവാം. ഈ പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് പച്ചരിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മണിക്കൂർ ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 5 മണിക്കൂർ കഴിയട്ടെ. അതിനുശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ കണ്ടോ പച്ചരിയെല്ലാം നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഊറ്റിയെടുക്കണം. ഇപ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ ദേ ഒരു അരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമെല്ലാം പോയതിന് ശേഷം നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കിച്ചൺ ടവലിലോ ഇല്ലയെന്നുണ്ടെങ്കിൽ ടിഷ്യൂലോ ഇങ്ങനെ പരത്തിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിലെ വെള്ളമൊക്കെ പോയി കിട്ടും. ഞാനപ്പോൾ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ടിഷ്യൂ വെച്ച് കൊടുത്തിട്ട് അതിലാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ആ വെള്ളമെല്ലാം പോയിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കിനി ഇതെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ടോ ഇതിലെ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. കണ്ടോ ആ ഈർപ്പൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഇതിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ അരിയെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് ഈ അരിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈൻ പൗഡർ പോലെയൊന്നും പൊടിയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഈ പുട്ടുപൊടി ഇല്ലേ അതിൻ്റെയൊക്കെ ഒരു തരി പോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു തവണയായിട്ട് പൊടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 1 2 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇതുപോലെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു തരി പോലെ കണ്ടോ ഈ ഒരു രീതിയിലാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിന് മുൻപായിട്ട് ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി നമുക്കൊരു പാനിലേക്ക് എടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടില്ല കേട്ടോ. അതിക്ക് മുന്നേ തന്നെ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാലോ അരിപ്പൊടി അതിൻ്റെ പേരിൽ തന്നെ ഇത് ചൂടാവുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ തിക്കായിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അപ്പമൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ അരിപ്പൊടിയൊക്കെ നമ്മളിങ്ങനെ ചൂടാക്കിയിട്ട് ആ മിക്സ് ചേർത്ത് കൊടുക്കാറില്ലേ? നമ്മൾ കപ്പി കാച്ചാന്നൊക്കെയാണ് അതിന് പറയുക. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പലഹാരത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് ആയിരിക്കും. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും. ഇപ്പോൾ കുറച്ച് നേരം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടോ ഇതെല്ലാം ഇപ്പോൾ നന്നായിട്ട് തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞ് ഇതിൻ്റെ ചൂടൊക്കെ പോകുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് തിക്കാവും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നന്നായിട്ടൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂടെല്ലാം നല്ലതുപോലെ പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മിക്സ് ചേർത്ത് കൊടുക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ നന്നായിട്ട് ചൂട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഞാൻ അതെടുത്തൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മുടെ ഈ പലഹാരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഴമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് രസകദളി പഴമാണ് കേട്ടോ. അതാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പഴം എടുക്കുമ്പോൾ ചെറിയ പഴം ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നേന്ത്രപ്പഴം എടുക്കരുത്. നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് ചെറിയ പഴങ്ങൾ അതുപോലെ തന്നെ റോബസ്റ്റ് പഴം വേണമെങ്കിൽ എടുക്കാം കുഴപ്പമില്ല. എന്നാലും ചെറിയ പഴം എടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പഴം എടുക്കുമ്പോഴും പഴം കൂടി പോകരുത്. ഒരു 2 3 ഒക്കെ എടുത്താൽ മതി കേട്ടോ. നിങ്ങൾ കുറച്ച് വലിപ്പമുള്ള പഴമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 ഒക്കെ മതിയാവും. ഞാനതിപ്പോൾ ചെറിയ പഴമായതിൻ്റെ പേരിൽ 3 എടുത്തുന്നേ ഉള്ളൂ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഈ പഴം ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടിയുടെ മിക്സ് ഇല്ലേ അതിൻ്റെ ചൂടൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഞാൻ അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരി പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടി മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടോ ഈ മാവ് ഇപ്പോൾ ഇങ്ങനെ നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ലൂസാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനപ്പോൾ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കിയാൽ മതി. കാരണം ഒരുപാട് ലൂസ് ആവരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടോ നമ്മുടെ മാവ് ഈ ഒരു രീതിയിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനിയും ഒരുപാട് അങ്ങനെ ലൂസായിട്ടുള്ള ഒരു മാവാക്കിയിട്ട് എടുക്കരുത്. കാരണം നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ അത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് ലൂസാവും. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെക്കുമ്പോൾ ഈ ഒരു രീതിയിലുള്ള മാവാക്കിയിട്ട് വേണം കേട്ടോ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഒരു 6 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഈ പലഹാരം നല്ല രീതിയിൽ തന്നെ റെഡിയായിട്ട് കിട്ടുള്ളൂ. അതല്ല നിങ്ങൾക്ക് ഇനി ഓവർനൈറ്റ് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ചെയ്തെടുക്കുക. ഞാനപ്പോൾ ഒരു 6 മണിക്കൂറാണ് കേട്ടോ ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. കണ്ടോ നന്നായിട്ട് തന്നെ ഇത് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വെച്ച പോലെയല്ല ഇതൊന്നുകൂടെ ഇങ്ങനെ ഒന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിലേക്ക് ശർക്കര എടുക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റിയുള്ള ശർക്കര നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ. കരടൊന്നും ഇല്ലാത്ത ശർക്കര വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്കിനി ഷുഗർ ചേർത്ത് കൊടുക്കണമെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ശർക്കരയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ശർക്കരയെല്ലാം ഒന്ന് അലിഞ്ഞ് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് 2 നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ അരിപ്പൊടിയുടെ ആ മിക്സൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ പേരിൽ നല്ല സോഫ്റ്റ്നെസ് കിട്ടും. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ഈ മാവ് കണ്ടോ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ കിട്ടാനായിട്ട്. ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് തിക്കും അല്ലാത്ത ഈ ഒരു രീതിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മാവ് ദേ ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ ഒരു പലഹാരം ഞാൻ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഞാൻ കുറച്ച് കാഷ്യൂസും റൈസിൻസും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതിലിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ പലഹാരം റെഡിയാക്കി എടുക്കുമ്പോൾ അത് കാണാനും ഒരു ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എല്ലാത്തിലും ഞാൻ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ സ്റ്റാൻഡ് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവില്ലേ അത് ഇതിലേക്ക് എല്ലാത്തിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിലെല്ലാം ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിയട്ടെ. അതിനുശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ നന്നായിട്ട് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവെല്ലാം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ സ്റ്റീം ചെയ്തെടുത്തു. എന്നിട്ട് ദേ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എടുക്കാം. കണ്ടോ നന്നായിട്ട് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം എടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല സ്പോഞ്ച് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ പ്രത്യേകിച്ച് നമ്മളിതിലേക്ക് ആ പഴമൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ പേരിൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്